ഹായ് എവരിവൺ, ഞാനൊരു യാത്രയിലാണ്, അതുകൊണ്ടാണ് ലോഡ്ജിലാണുള്ളത്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനേ, ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. പൊന്നു പ്രേക്ഷകരെ, ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ ഷാഫി പറമ്പിൽ സ്വന്തം ഭാര്യയോട് ചെയ്ത ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പ്ലേ ചെയ്യാം. എന്താണ് വീഡിയോ ക്ലിപ്പ്? അതായത് സ്വന്തം ഭാര്യയോട് നമ്മളെല്ലാവരും ചെയ്യേണ്ട, ഞാൻ പേഴ്സണലി കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിഞ്ഞവർ എങ്ങനെയാണ് ഭാര്യമാരെ സ്നേഹിക്കേണ്ടതെന്ന് നമ്മുടെ ഷാഫി പറമ്പിൽ പറഞ്ഞു തരുന്നുണ്ട്. അത് ഞാനിപ്പോൾ പ്ലേ ചെയ്ത് തരാം. അതിനു മുമ്പ് എലക്ഷൻ വരാൻ പോവുകയാണ്. കരഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. തൃശ്ശൂർകാർ പറയുകയാണ്, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി, ഇനി ഒരിക്കലും സുരേഷ് ഗോപിയെ ഞങ്ങൾ വിജയിപ്പിക്കൂല, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി എന്ന് ഈ പറയുന്ന തൃശ്ശൂർക്കാർ പറയാനുള്ള കാരണം എന്താണ്? അവർക്ക് തെറ്റ് പറ്റിയത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വോട്ടിടുന്ന സമയത്ത് ചിന്തിച്ച് വേണം വോട്ടിടാൻ, ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. നമുക്ക് ആദ്യം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ചെയ്ത ഒരു കാര്യം നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഓക്കെ, അതിന് നിങ്ങളുടെ MLA കാണണം. അപ്പൊ പിന്നെ എന്റെ ബന്ധത്തോട് മേടിക്കും. നിങ്ങൾക്കാർക്കും തിരി വരുന്നില്ലേ? ഇവിടെ നിങ്ങളുടെ മന്ത്രി ഇവിടല്ലേ താമസിക്കുന്നത്? അല്ലല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോടെ. കുതിരവട്ടമല്ലല്ലോ? അല്ലല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? എന്താ അല്ലേ സുരേഷ് ഗോപി, നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. അതായത് ഇങ്ങേര് തൃശ്ശൂരിൽ തോറ്റ് ഏറ്റവും അവസാനം ഇങ്ങേരൊരു സ്പീച്ച് ഇടുകയാണ്. എന്നെ ഒരു പ്രാവശ്യം നിങ്ങൾ വിജയിപ്പിച്ച് വിടുമോ? അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, ഈ നരേന്ദ്രമോദി അടക്കം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നത്. ആ സമയത്ത് സുരേഷ് ഗോപി പറയുകയാണ്, എന്നെ ഒരു വട്ടം നിങ്ങൾ വിജയിപ്പിച്ച് വിടൂ, അതിനുശേഷം ഞാൻ ആരെന്ന് നിങ്ങൾ അറിയും. അതായത് തൃശ്ശൂരിനെ ഞാൻ വികസിപ്പിച്ച് വലിയൊരു രാജ്യമാക്കും, അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പ്രഖ്യാപിച്ചത്. എന്നിട്ട് എന്തായി? തൃശ്ശൂരിൽ ഇങ്ങനെ കാണുന്നില്ല. ആരെങ്കിലും ഒരാൾ ഞങ്ങൾക്ക് വീടില്ല സാറേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കടമുണ്ട് സാറേ, അങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന സുരേഷ് ഗോപി തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് സത്യം. എന്താ അല്ലേ? ഞാൻ ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കുകയാണ്. കള്ളം പറഞ്ഞ് വിജയിക്കുകയാണ്. എല്ലാവരോടും പറയുകയാണ്, ഒരു പ്രാവശ്യം എന്നെ വിജയിപ്പിച്ചു വിടൂ. അതുകൊണ്ട് അവിടുത്തെ CPM-കാരും അവിടുത്തെ കോൺഗ്രസ്സുകാരും എന്ത് ചെയ്തു? ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് വോട്ടിട്ടു. നോക്കാം, എന്തെങ്കിലും നമ്മളെല്ലാവരും വിചാരിക്കുന്നതാണ്, നമ്മുടെ നാട് നന്നാവണം. അവരും വിചാരിച്ചത് അങ്ങനെയാണ്. ഈ പറയുന്ന തൃശ്ശൂർ എങ്ങനെയെങ്കിലും നന്നായാൽ മതി, അതിനാണ് ഈ സുരേഷ് ഗോപിക്ക് വോട്ടിട്ടത്. വോട്ടിട്ട് കഴിഞ്ഞ് എന്താണ്? അങ്ങേര് ജില്ലക്ക് വരുന്നില്ല എന്നതാണ് സത്യം. പാവപ്പെട്ടവരെ കണ്ണീര് കാണുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് വോട്ടിടുമ്പോൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കരയേണ്ടി വരും. നമുക്കെന്തായാലും ഷാഫി പറമ്പിലിൻ്റെ ആ ഒരു എന്താണ് ഭാര്യയെക്കുറിച്ച് ഷാഫി പറമ്പിൽ പറഞ്ഞത്, അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണ് കാണാൻ വന്നപ്പോൾ പിന്നെ വിജയശേട്ടാ ഞാൻ മാഹിയിലാണ് വരുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ മറ്റേ അവരവിടെ മാഹിയിൽ ടവർ പാർക്കിൻ്റെ അവിടെയാണ് താമസിക്കുന്നത്. ഞാനിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി, ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. ഇവളിപ്പോൾ വരുമല്ല, ഇവളിങ്ങനെ വാലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ കയറി വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു വലൈക്കും അസ്സലാം, ഞാൻ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവൾ ആദ്യം തന്നെ ചോദിക്കുന്നു, നിങ്ങൾ എത്ര ദിവസം ഇവിടെ നിൽക്കും, എത്ര ദിവസം അവിടെ നിൽക്കും, എന്നോട് ആദ്യം ചോദിക്കുന്നു. അപ്പം ഞാൻ അന്തം വിടുക, അത് ഇത്ര ദിവസം എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇവിടെ വന്ന് നിൽക്കുന്ന കാര്യം. എനിക്കാണെങ്കിൽ ആളെ ഇഷ്ടാവുകയും ചെയ്തു. നീ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കളയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു നമുക്കതൊക്കെ ആലോചിച്ച് ചെയ്യാം, അതിലൊരു തീരുമാനം ഉണ്ടാക്കാം. 10 കൊല്ലം ഞാൻ അവിടെ തന്നെ നിർത്തി. ഇപ്പോൾ അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ വരികയാണ്. ഇപ്പം എന്തായി, പുയ്യാപ്പിള തിരിച്ചിവിടെ വരേണ്ടി. നോക്കൂ നിങ്ങൾ, ആ ഒരു സ്ത്രീ എന്തൊരു ഭാഗ്യവതിയല്ലേ, ഷാഫിയെ പോലുള്ള ഒരു ഭർത്താവിനെ കിട്ടിയത്. അങ്ങനെ വേണം. ഇത് കാണുന്ന ഓരോ ആണുങ്ങളോട് ഞാൻ പറയുകയാണ്, ഞാൻ പേഴ്സണലി വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അതായത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ പൊന്നു പോലെ നോക്കും, അതിനുള്ള ഉറപ്പെനിക്കുണ്ട്. ഈ വീഡിയോ കാണുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ കെട്ടിയ പെണ്ണ് നിങ്ങളെക്കുറിച്ച് പിന്നിൽ പറയണം, അയാളൊരു നല്ലവനാണ്, എന്നെ കെയർ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല, കുറച്ച് ഫ്രീഡമൊക്കെ കൊടുക്കണം. ഓക്കെ, അവരെ വല്ലപ്പോഴും ഒന്ന് ബീച്ചിലേക്ക് കൊണ്ടുപോകണം, കറങ്ങാൻ കൊണ്ടുപോകണം. അതൊക്കെയാണ് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. സത്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് മിണ്ടാണ്ടിരുത്തി അത് മറ്റേ ഡൗട്ടും അവളുടെ ഫോൺ നോക്കുന്നുണ്ടോ, അവൾ ആർക്കെങ്കിലും മെസ്സേജ് ഇടുന്നുണ്ടോ, വളരെ തെറ്റാണ് എൻ്റെ പൊന്നു സഹോദരന്മാരെ. അതായത് കുറച്ച് ഫ്രീഡമൊക്കെ കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവർ പറയാതെ തന്നെ ആഴ്ചയിൽ 1-2 തവണ ബീച്ചിലേക്ക്, ഹബ്ബുകളിലേക്ക്, അങ്ങനെ നല്ല സ്ഥലങ്ങളിലേക്കെല്ലാം ഒന്ന് കൊണ്ടുപോകൂ. നിങ്ങൾക്ക് എന്ത് നഷ്ടമാണ്? ഒരു നഷ്ടവും സംഭവിക്കാനില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. അവർക്കൊരു ഫ്രീഡം വേണ്ടേ?
അപ്പോൾ പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ ഗോപിയെ, സുരേഷ് ഗോപി അറിയാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്. സുരേഷ് ഗോപിയെ ഈ അടുത്തായിട്ട് ഞാനൊരു വാർത്ത കണ്ടു. തൃശ്ശൂരിൽ കാണാനില്ല എന്ന് പറഞ്ഞ ഒരാൾ പരാതി കൊടുക്കുകയാണ്. MP ആയതിനു ശേഷം സുരേഷ് ഗോപി തൃശ്ശൂരിലെ അദ്ദേഹത്തിനെ കാണാനില്ല എന്നാണ് വാർത്ത. ഞാൻ അതിനെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പൊന്നു പ്രേക്ഷകരെ, ആ സുരേഷ് ഗോപി മനസ്സിലാവാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്. ഈ പറയുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ ഒരു മാസത്തിൽ മിനിമം 10-15 ദിവസം വടകരയിൽ വരും. എന്തിന്? വെറുതെ ഓഫീസിൽ ഫാനിൻ്റെ കാറ്റ് കൊള്ളാനല്ല. അവിടെയുള്ള വടകര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. വടകര പോയവരാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷാഫി പറമ്പിലിൻ്റെ ഓഫീസ് വിവിധ ഇടങ്ങളിലുണ്ട്. എന്തിനാണ് ഓഫീസ് വെച്ചത്? അതായത് പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ ഓഫീസിൽ എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് കടമുണ്ട് സാറേ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് വയ്യ, ഇങ്ങനെ എന്തെങ്കിലും, നമ്മൾ എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടാവാത്ത കുടുംബമുണ്ടോ? ഇല്ല. അപ്പോൾ ആ എന്തെങ്കിലും കടമുണ്ടെങ്കിലോ കുട്ടികൾക്ക് അസുഖമുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ ഒരു പരാതി എഴുതിയിട്ട് ഷാഫി പറമ്പിലിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. പിന്നെ ഷാഫി പറമ്പിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസത്തിൽ 10-12 ദിവസം വരുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഈ പരാതികളൊക്കെ അദ്ദേഹം നോക്കും. അതിൽ കഠോരമായ പരാതികൾ അദ്ദേഹം ആ സമയത്ത് തന്നെ അതിനെ ആക്ഷൻ എടുക്കുകയാണ്. അതായത് എൻ്റെ മക്കൾക്ക് ഭയങ്കര വയ്യ, ഓപ്പറേഷന് 12 ലക്ഷം വേണം, അങ്ങനെയൊക്കെയാണ് പരാതിയിലുള്ളതെങ്കിൽ ഷാഫി പറമ്പിൽ ആ സ്പോട്ടിന് അതിനെ പരിഹരിക്കുകയാണ്. അല്ലാത്തതും ഷാഫി പറമ്പിൽ പരിഹരിക്കുന്നുണ്ട്, പക്ഷെ സമയമെടുക്കുന്നുണ്ട്. അതായത് ഷാഫി പറമ്പിൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പമാണുള്ളത്. അങ്ങനെയല്ലേ വേണ്ടത്? ഇപ്പോൾ നമ്മൾ MLA-മാരായാലും MP-മാരെ നമ്മൾ വിജയിപ്പിക്കുന്നത് എന്തിനാണ്? നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന്. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് 10 ലക്ഷം കടമെടുത്തു, വീടാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനാണ് കടമെടുത്തത്? ഒരുപക്ഷെ കടം എടുത്ത സമയത്ത് അദ്ദേഹത്തിന് ജോലി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇപ്പോൾ അദ്ദേഹത്തിന് ജോലിയുമില്ല, ഒന്നുമില്ല, പണ്ടാരടങ്ങിയ സമയമായിട്ടുണ്ടാവും. ബാങ്കുകാരാകട്ടെ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുന്നു, എത്രയും പെട്ടെന്ന് കെട്ടണം. അപ്പോൾ ഈ പറയുന്ന ഷാഫി പറമ്പിൽ ഈ പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ അതിന് എന്തില്ലെങ്കിൽ കുറച്ച് സമയം, ഇപ്പോൾ നാളെ തന്നെ കെട്ടണം, നാളെ തന്നെ നിന്റെ ജപ്തിയാവും. 10 ലക്ഷം എടുത്തത് 25 ലക്ഷമാണ് ആയത്, ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ നിങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ 15 കൂടിയല്ലേ ബഡ്ഡി, ആ ബഡ്ഡി ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് സമയം കിട്ടും. ഒരു മാസത്തിൽ 5-6 വെച്ച് തീർക്കുന്ന ഒരു, അങ്ങനെയെങ്കിലും ഷാഫി പറമ്പിലിന് ഒറ്റടിക്ക് 20 ലക്ഷം കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം ഇത്രയോ ആൾക്കാരുണ്ട് വടകരയിൽ. അതിന് വേണ്ട സംവിധാനം ഈ പറഞ്ഞ ഷാഫി പറമ്പിൽ ചെയ്യുന്നുണ്ട് എന്നതാണ് സത്യം. സുരേഷ് ഗോപി ആകട്ടെ എന്ത് ചെയ്യുന്നു? സുരേഷ് ഗോപി ചിന്തിച്ചാൽ എന്തും ചെയ്യാൻ സുരേഷ് ഗോപിക്ക്. പക്ഷേ അങ്ങേര് ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയല്ലേ, അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും കേന്ദ്രത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ സീറ്റാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അദ്ദേഹം എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കിട്ടും. പക്ഷേ അങ്ങേര് ഒന്നും ചോദിക്കുന്നില്ല എന്നതാണ് സത്യം. പൊന്നു പ്രേക്ഷകരെ, അടുത്തൊരു സുരേഷ് ഗോപിയുടെ അടുത്തൊരു ട്രോളും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഓക്കെ, വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്തു വെച്ച് തേച്ച് എന്നെ അപമാനിക്കുന്നുവോ? മാഫി എല്ലാവരും പിടിക്കൂ, ആത്മാർത്ഥം പിടിക്കൂ. കണ്ടു നിങ്ങൾ? അതായത് സാധാരണക്കാരായ ജനങ്ങൾ ഇദ്ദേഹത്തെ കൈ കൊടുക്കാൻ വന്നാൽ, കെട്ടിപ്പിടിക്കാൻ വന്നാൽ ഇങ്ങനെ വേണ്ടെന്ന് പറയും. നേരെ മറിച്ച് പെൺകുട്ടികൾ വന്നാൽ കെട്ടിപ്പിടിക്കും. എന്താണ്? ഒന്നെങ്കിൽ അതായത് ഇങ്ങനെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ആർക്കെങ്കിലും കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പോക്കറ്റിൽ സാനിറ്റൈസർ ഉണ്ടാവും. കൈ കൊടുത്ത സമയം ഇങ്ങനെ സാനിറ്റൈസറിൽ കഴുകും അതിനെ. ഓക്കെ, ആർക്കും കൈയൊന്നും കൊടുക്കലില്ല. ഇദ്ദേഹം വലിയൊരു മഹാൻ എന്നാണ് ഇദ്ദേഹം പേഴ്സണലി വിചാരിക്കുന്നത്. അങ്ങനെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സാനിറ്റൈസർ ഇട്ട് കൈകളാണ് ഇദ്ദേഹത്തിൻ്റെ പതിവ്. പക്ഷെ പെണ്ണുങ്ങളായാൽ ഇങ്ങേർക്ക് ഒരു പ്രശ്നമില്ല. എന്താ അല്ലേ? പെണ്ണുടിയനാണോ? ഈ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിന് അദ്ദേഹം തന്നെ ഉത്തരം പറയണം. ഒന്നെങ്കിൽ അദ്ദേഹത്തിന് അലർജി അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ആർക്കും അദ്ദേഹം കൈ പോയിട്ട് ഒന്നും കൊടുക്കാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഇങ്ങേർക്ക് ആവുന്നില്ല. തെറ്റല്ലേ? പൊന്നു പ്രേക്ഷകരെ, കരഞ്ഞിട്ട് കാര്യമില്ല. വോട്ടിടുമ്പോൾ ചിന്തിക്കണം. ഓക്കെ, നിങ്ങൾ പാർട്ടി നോക്കണ്ട, മതം നോക്കണ്ട, ഒന്നും നോക്കണ്ട. ആരാണ് നല്ല നല്ല ഷാഫിയെ പോലുള്ള ആൾക്കാർ വോട്ടിടുന്നത്? കേരളം മികച്ച ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഷാഫി മുഖ്യമന്ത്രി ആയാൽ ആവാൻ ചാൻസ് ഇല്ല, അദ്ദേഹം MP ആണ്. ഷാഫി മുഖ്യമന്ത്രിയാൽ എന്തൊരു മാറ്റമായിരിക്കും കേരളത്തിൽ സംഭവിക്കുക? സാധാരണ ചോറ് കഴിക്കുന്ന മലയാളികൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ പൊന്നു പ്രേക്ഷകരോട് പറയുകയാണ്, തെറ്റ് പറ്റല്ലേ. തെറ്റ് പറ്റിയതിന് ശേഷം ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 5 വർഷം സഹിക്കണം നിങ്ങൾ. ഇപ്പോൾ സുരേഷ് ഗോപി 5 വർഷം സഹിക്കണ്ടേ? നമ്മൾ തന്നെ സഹിക്കണ്ടേ? ഇപ്പോൾ തൃശ്ശൂർക്കാർ എല്ലാ കമൻറ്റ് ബോക്സിലും കമൻറ്റ് ഇടുകയാണ്, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി. പറഞ്ഞിട്ട് എന്ത് കാര്യം? തെറ്റ് പറ്റുമ്പോൾ ചിന്തിക്കണമായിരുന്നു. ഇപ്പോൾ 5 വർഷം നമുക്ക് സഹിച്ചേ മതിയാവും. ഓക്കെ, രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പുതിയൊരു കേസുമായി. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുതിയൊരു വോയിസ് ക്ലിപ്പ് സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. രാഹുൽ മങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ വോയിസ് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. അതിന് എൻ്റെതായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയുകയാണ്. പൊന്നു പ്രേക്ഷകരെ, ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടവരാണ്. അതിൽ ക്ലിയറായിട്ട് രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്, കുഞ്ഞ് വേണോ? അതായത് ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ
കുഞ്ഞു വേണോ എന്ന് രാഹുൽ ചോദിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ടൈം പാസിനാണ്, ചതിക്കുകയാണെങ്കിൽ കുഞ്ഞു വേണമെന്ന് ആരെങ്കിലും ചെയ്യോ? എല്ലാവർക്കും അറിയാം. അപ്പോൾ കോണ്ടം, ഞാൻ എൻ്റെ ഒരു കോണ്ടം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഓപ്പണായി പറഞ്ഞത്. ആ സാധനം എല്ലാ മെഡിക്കലിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന രാഹുൽ മങ്കൂട്ടത്തിന് കോണ്ടം യൂസ് ചെയ്തുകൂടെ? രാഹുൽ വലിയൊരു ഈ പറയുന്ന പീഡന വീരനാണെങ്കിൽ കോണ്ടം യൂസ് ചെയ്തുകൂടെ? അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ പ്രണയിച്ചു വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് അവർ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ കുഞ്ഞ് വേണോ എന്ന് ഈ പറയുന്ന രാഹുൽ മങ്കൂട്ടത്തിൽ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടതല്ല. അപ്പോൾ അവളുടെ സമ്മതത്തോടു കൂടിയാണ് ശാരീരികമായി ബന്ധപ്പെട്ടത്. പരസ്പരം ഒരു പെണ്ണിൻ്റെ സമ്മതം ഉണ്ടായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടാൽ ഒരു പ്രശ്നമില്ല. അല്ല, ഞാൻ നിയമപരമായിട്ടാണ് പറയുന്നത്. നാച്ചുറലായിട്ട് തെറ്റായിരിക്കും, പക്ഷേ നിയമപരമായിട്ട് തെറ്റില്ല. ഇവിടെ രാഹുൽ മങ്കൂട്ടത്തിൽ അവളെ ഞാൻ കെട്ടിക്കോളാം, ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ശാരീരികമായി ബന്ധപ്പെട്ടത്. ബന്ധപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, വോയിസ് ക്ലിപ്പിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഇതിനേക്കാൾ ഗൗരവതരമായിട്ടുള്ള ഇഷ്യൂസ് കേരളത്തിൽ ചർച്ചയാവാതിരിക്കാൻ, അതല്ലെങ്കിൽ അതിന് ഇടം വരുത്തുന്ന തരത്തിലുള്ള ഇപ്പൊ ശബരിമല പോലുള്ള ഒരു ഇഷ്യൂ, ദേവസ്വത്തിന്റെ സ്വത്ത് കാക്കാൻ ഉത്തരവാദിത്തമുള്ളവർ കട്ടിട്ട് അവർ കക്കുന്നതിന് നേതൃത്വം നൽകുമ്പോൾ അതിൽ ബന്ധപ്പെട്ട ആളെ പാർട്ടി തീരുമാനിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ ആളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ട് പോലും ഒരു വാക്ക് ഉരിയാടാനോ ഒരു നടപടി എടുക്കാനോ CPM തയ്യാറാവാത്ത ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമുണ്ട്. അതിനെതിരെയാണ് സംസാരിക്കേണ്ടത്. ആ പ്രാധാന്യം കോൺഗ്രസ് പാർട്ടി കാണിച്ച പ്രാധാന്യമൊന്നും വേറെ പാർട്ടികളൊന്നും അത്തരം കാര്യങ്ങൾ കാണിച്ചിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ ആ വിഷയത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞതിലും കൂടുതൽ ഒരു വരിയും ഞാൻ ഇപ്പോൾ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം പറയുകയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണിത്? അയ്യപ്പൻ്റെ സ്വർണം പട്ടാപകൽ കട്ടില്ലേ, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ? അതിനൊക്കെ, അതായത് ആ ചർച്ച വരാതിരിക്കാൻ വേണ്ടി ഓരോ സൗണ്ട് ക്ലിപ്പുമായി വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അതുള്ളതാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഈ പറയുന്ന രാഹുൽ മങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു, അങ്ങനെയല്ല അവർ വാർത്ത കൊടുക്കുന്നത്. ആ രീതിക്ക് ഞാൻ പറയുകയാണ്. ഉള്ളതാണെങ്കിൽ പെൺകുട്ടിക്ക്, അതായത് ഫേസ് ഒന്നും കാണിക്കണ്ട, ഒരു മാസ്ക് വെച്ചിട്ട് നിയമപരമായിട്ട് പോയിക്കൂടെ? എന്തുകൊണ്ട് പോകുന്നില്ല? അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് പോകുന്നില്ല? നിയമപരമായിട്ടൊന്നും പോകുന്നില്ല, കേസില്ല, കോടതിയില്ല, ഓൺലി ചാനൽ. ഇൻസ്റ്റഗ്രാമിൽ വരുന്നുണ്ട്, യൂട്യൂബിൽ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന്, അയ്യപ്പൻ്റെ സ്വർണം കട്ട വിഷയം മുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. രണ്ട്, ഈ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഇപ്പോൾ CPMൻ്റെ കാര്യം ഞാൻ പറയുകയാണ്, ഭരണവിരുദ്ധമാണ്. ഉറപ്പായിട്ടും കോൺഗ്രസ് അധികാരത്തിൽ വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ അവസ്ഥ, ഈ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നാലോട്ടി എങ്ങനെയെങ്കിലും പിടിക്കാമെന്നുള്ളതല്ലേ? അയ്യപ്പൻ്റെ സ്വർണം കട്ടേനൊക്കെ മുക്കുന്ന പരിപാടി മുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പൊന്നു പ്രേക്ഷകരെ, ഞാൻ പറഞ്ഞു വരുന്നത്, എലക്ഷൻ വരാനിരിക്കുകയാണ്. ചിന്തിക്കണം. ചിന്തിച്ചിട്ടില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്, 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ട് സുരേഷ് ഗോപിയെ പോലെയുള്ള നാടിനെ കാക്കാത്തവർക്ക് നിങ്ങൾ വോട്ടിടാതിരിക്കുക. അങ്ങനെ തന്നെ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. ഓക്കെ. അപ്പോൾ ഏതായാലും പൊന്നു പ്രേക്ഷകരെ, ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.